നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പോഴങ്കാവിൽ മരം വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. കരുമാത്ര ബ്ലാഹിയിലില്ലത്ത് മണികണ്ഠനാണ് മരിച്ചത്. കുന്നംകുളത്ത് ഷീറ്റ് വൃത്തിയാക്കുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. KSEBിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പോർക്കളങ്ങാട് ക്ഷേത്രത്തിന്റെ മേൽക്കൂര വൃത്തിയാക്കുന്നതിനായി മുകളിൽ കയറിയ പോർക്കളങ്ങാട് സ്വദേശി ആലിക്കൽ വീട്ടിൽ നിഷാദാണ് ഷോക്കേറ്റ് മരിച്ചത്. മലപ്പുറം തേഞ്ഞിപ്പാലം കോഹിനൂരിൽ അപകടത്തിൽ പന്നിത്തടം സ്വദേശികളായ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. പന്നിത്തടം നീണ്ടൂർ കോട്ടപ്പുറത്ത് വീട്ടിൽ ഇബ്രാഹിമിന്റെ മകൻ ഷാഫിദ്, ഭാര്യ ഷഹീന, ഇവരുടെ ബന്ധു ആലങ്കോട് സ്വദേശി ജഹാന എന്നിവരാണ് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ വിപുലമാക്കി തൃശൂർ സിറ്റി പോലീസ്. നടത്തറയിൽ പ്രവർത്തിക്കുന്ന കാർ വർക്ക്ഷോപ്പിന്റെ മറവിൽ രാസലഹരി ഉപയോഗവും കച്ചവടവും പതിവാക്കിയ വർക്ക്ഷോപ്പ് ഉടമയും ഡാൻസ് മാസ്റ്ററും ഉൾപ്പെടുന്ന 5 യുവാക്കളെയാണ് ഉള്ളൂർ പോലീസ് പിടികൂടിയത്. തൃശൂർ നഗരത്തിൽ വൻ ലഹരിവേട്ട. ഓപ്പറേഷൻ തൂഫാൻ ഹണ്ടിന്റെ ഭാഗമായി 110 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും തൃശൂർ എക്സൈസ് ഇന്റലിജൻസും ചേർന്ന് പിടികൂടി. പുതിയ മദ്യനയം ഉടൻ ആവിഷ്കരിക്കുമെന്ന് എക്സൈസ് മന്ത്രി M. ലിജു. തൃശൂർ പൂത്തോളിലെ കേരള എക്സൈസ് അക്കാദമിയിൽ നടന്ന സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. എരുമപ്പെട്ടിയിൽ ഇലക്ട്രിക് വർക്ക്ഷോപ്പിൽ തീപിടുത്തം. ITC റോഡിൽ പ്രവർത്തിക്കുന്ന പാറക്കൽ ഇലക്ട്രിക്സ് വർക്ക്ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മുള്ളൂർക്കര ആറ്റൂർ വളവിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വീടുകളിലെ വാഴ, തെങ്ങ് എന്നിവ നശിപ്പിച്ചു. മാസപ്പടി കേസിൽ ED അന്വേഷണം തുടരണമെന്ന ഹൈക്കോടതി വിധിയിൽ പ്രതികരണവുമായി BJP നേതാവ് ഷോൺ ജോർജ്. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്നതാണ് വിധിയെന്ന് ഷോൺ ജോർജ്. തൃശൂർ നഗരത്തിലെ കനാലുകളിലെ പായലുകളും ചണ്ടികളും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജൻ J. പല്ലൻ MLA ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിന് നിവേദനം നൽകി. ഇറിഗേഷൻ KLDC കനാലുകളിലെ ചണ്ടിയും പായലും അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ISROയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രധാന പ്രതി പിടിയിൽ. മുളകുന്നത്തുകാവ് സ്വദേശി കണ്ണഞ്ചേരി വീട്ടിൽ സുബിനെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണം DCC ഓഫീസ് അങ്കണത്തിൽ പ്ലാവിൻ തൈ നട്ട് എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി M. ലിജു ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിലെ മുരുകന്റെ സ്വർണ്ണ ഇരട്ടയിഴ മണിമാല കാണാതായ സംഭവത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി ക്ഷേത്ര സംരക്ഷണ സമിതി രംഗത്ത്. 2023 തൈപ്പൂയം മുതൽ തിരുവാഭരണം കാണാതായ വിവരം ക്ഷേത്ര ഭരണസമിതി അറിഞ്ഞിരുന്നുവെങ്കിലും ഭക്തജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചുവെന്നാണ് ആരോപണം. ഓൾ കേരള ഒപ്റ്റിക്കൽ അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം ഞായറാഴ്ച തൃശൂർ പേൾ റീജൻസിയിൽ നടക്കും. സംസ്ഥാന പ്രസിഡന്റ് MP സലീം ഉദ്ഘാടനം നിർവഹിക്കും. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റിയും ചെസ് തൃശൂരും സംയുക്തമായി നടത്തുന്ന KU ബിജു സ്മാരക സൗത്ത് ഇന്ത്യൻ ഓപ്പൺ ചെസ് ടൂർണമെന്റ് ഞായറാഴ്ച തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ടൂർണമെന്റ് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. പീച്ചി താമരച്ചാൽ ഉന്നതിയിൽ കാടിന്റെ മക്കൾക്കൊപ്പം സപ്തതി ആഘോഷിച്ച് തൃശൂർ പെരിങ്ങാവ് സ്വദേശി P. ചന്ദ്രശേഖരൻ 70 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകളും നൽകി. കണ്ടത്ത് ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ പെരിങ്ങാവ് ഡിവിഷൻ കൌൺസിലർ ഷാരി കിഷോർ കുമാർ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരള ബ്രാഹ്മണ സഭ സംസ്ഥാന സമിതി 10,000 തുളസി തൈകൾ എല്ലാ ബ്രാഹ്മണ ഗൃഹങ്ങളിലും നടുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം പൂങ്കുന്നത്ത് നടന്നു. കേരള ബ്രാഹ്മണ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി NR പരമേശ്വരൻ തൃശൂർ ജില്ലാ ആസ്ഥാന മന്ദിരത്തിൽ തുളസി തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. UDF സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി K. സുരേന്ദ്രൻ. പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ നടക്കുന്ന അന്വേഷണം UDF സർക്കാരിലേക്ക് എത്തുമെന്ന് അറിയുന്നതുകൊണ്ടാണ് കേസുകൾ UDF പരാജയപ്പെടുത്തുന്നതെന്ന് K. സുരേന്ദ്രൻ.
CMRL കേസിൽ EDയുടെ അന്വേഷണം തുടരണമെന്ന ഹൈക്കോടതി നിലപാട് CPM-നും പിണറായിക്കും കരണത്തേറ്റ അടിയാണെന്ന് വി. മുരളീധരൻ MLA. നടപടികളെക്കുറിച്ച് അന്വേഷിക്കാൻ എത്തിയവരെ ഗുണ്ടകളെ വിട്ട് തടയാൻ ശ്രമിച്ചതിന് CPM മാപ്പ് പറയണമെന്നും വി. മുരളീധരൻ. താൻ രാജ്യസന്നദ്ധത അറിയിച്ചു എന്ന തരത്തിൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇത്തരം സിനിമാ കഥകൾ വിശ്വസിച്ച് ആരും സമയം കളയരുതെന്നും സുരേഷ് ഗോപി. AC ഷൺമുഖദാസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗാന്ധിസവും ഫാസിസവും എന്ന സംവാദം ഞായറാഴ്ച സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടക്കും. NCPS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട നഗരസഭയിൽ ക്യാമ്പയിൻ ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി ദിനത്തിൽ തൃശൂർ ബ്രഹ്മസ്വം മഠത്തിലെ വേദവിദ്യാർത്ഥികൾക്കൊപ്പം വൃക്ഷത്തൈ നട്ട് BJP ദേശീയ സഹസംഘടനാ സെക്രട്ടറി ശിവപ്രകാശ്. നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ബ്രഹ്മസ്വം മഠത്തിൽ വൃക്ഷത്തൈ നട്ടത്. ജവഹർ ബാലവിഹാർ സംസ്ഥാന ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാപ്രാണം ഹോളിക്രോസ് ഹൈസ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ആഗോള പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഔഷധിയുമായി സഹകരിച്ച് ഒല്ലൂർ ACP ഓഫീസ് അങ്കണത്തിൽ ACP തോംസൺ ഔഷധ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ഔഷധ ചെടികളുടെ വിതരണോദ്ഘാടനം SHO ഫൈസലിന് നൽകി ACP നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേറൂർ പള്ളിമൂലയിൽ വൃക്ഷത്തൈകൾ നട്ട് പരിസ്ഥിതി ദിനം ആചരിച്ചു. യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ ഉദ്ഘാടനം ചെയ്തു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹൈസ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ദിനത്തിൽ പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയുടെ നേതൃത്വത്തിൽ മാവിൻ തൈകൾ നട്ടു. വികാരി ഫാദർ ഡേവിസ് ചെറയത്ത് തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കേരള കർഷക സംഘം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളവള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. കർഷക സംഘം തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. വൃക്ഷത്തൈ നടൽ മണ്ഡലം പ്രസിഡന്റ് TP ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം LP സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം നടന്നു. സ്കൂൾ മാനേജർ സ്വാമി സദ്ഭവാനന്ദ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി പരിസ്ഥിതി ദിനം ആചരിച്ചു. വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് PN വൈശാഖ് വൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോടാലി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോടാലി ടൗണിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് പരിസ്ഥിതി ദിനം ആചരിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്തിന്റെയും കൃഷി ഭവന്റെയും നേതൃത്വത്തിൽ മണ്ടപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വനംവകുപ്പിന്റെ കവല ഫോറസ്റ്റ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ വിത്തൂട്ടും പ്രസന്റേഷൻ കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ സർപ്പ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സർപ്പ വോളണ്ടിയർ മിഥുൻ ക്ലാസ് നയിച്ചു. തൃപ്രയാർ പീപ്പിൾസ് ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച വൃക്ഷത്തൈ നടീൽ സംവിധായകൻ KB മധു ഉദ്ഘാടനം ചെയ്തു. അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വൃക്ഷത്തൈ നട്ടു. ഇടം പ്രസിഡന്റ് KR രാധിക വിദ്യാർത്ഥികൾക്ക് തൈകൾ കൈമാറി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സെന്റ് മേരീസ് ലൂർദ് സ്കൂളിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. റിട്ടയർഡ് അഗ്രികൾച്ചറൽ സൂപ്രണ്ട് റോസ് പോൾ പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഒളരി ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ഫാദർ വിൽസൺ പിടിയത്ത്, ഡീക്കൻ അഖിൽ ചൊറിയൻ തടത്തിൽ, കൈക്കാരന്മാരായ തോമസ് പാലത്തിങ്കൽ, ജോസ് ഊക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ചേലക്കര ടൗണിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ മാവേലി സ്റ്റോറിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സജു, വാച്ചർ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാമ്പിനെ പിടികൂടിയത്. തൃശൂർ വെസ്റ്റ് ഫോർട്ട് NSS സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ സുനിത വിനോദ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ NC സംഗീത് ക്ലാസ് എടുത്തു. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മുറ്റിച്ചൂർ ALP സ്കൂളിൽ വൃക്ഷത്തൈകൾ നട്ടു. പ്രധാനാധ്യാപകൻ ബൈജു ജോർജ് വൃക്ഷത്തൈകൾ കൈമാറി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും പരിസ്ഥിതി ദിനാചരണവും സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണവും വൃക്ഷത്തൈ വിതരണവും സംഘടിപ്പിച്ചു. KPCC മെമ്പർ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.